പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിലെ തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയുമായി പൊന്നാനി നഗരസഭ. കച്ചവടക്കാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി നഗരസഭാ സെക്രട്ടറി. കോടികൾ ചെലവഴിച്ച സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തിയ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ കൈയടക്കി തെരുവ് കച്ചവടം നടത്തിയവരെ പുറത്താക്കിയ നടപടിയാണ് പൊന്നാനി നഗരസഭ പുനഃപരിശോധിക്കുന്നത്. തെരുവ് കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയുമായി പൊന്നാനി നഗരസഭ രംഗത്തെത്തി. ഇവിടെ നിന്നും നീക്കം ചെയ്ത ലൈസൻസുള്ള 9 കച്ചവടക്കാരെ കുണ്ടുകടവ് ജംഗ്ഷനിൽ തന്നെ പുനരധിവസിപ്പിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി എസ് സജിറോൺ പറഞ്ഞു. സ്ട്രീറ്റ് വെൻഡിങ്ങിന് വേണ്ടി നഗരസഭ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രീറ്റ് വെൻഡിങ് കമ്മിറ്റി സർവേ മുഖാന്തരം കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് ID കാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൻ്റെ സർവേ ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അവസാന ഘട്ടത്തിൽ പോലീസ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് അത് എത്തി നിൽക്കുന്നത്. ആ തെരുവ് കച്ചവടക്കാർക്ക് നമ്മൾ ID കാർഡ് കൊടുക്കുന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള തെരുവ് കച്ചവടക്കാർക്ക് ID കാർഡിന് NOCക്ക് വേണ്ടി പോലീസ് വെരിഫിക്കേഷന് വേണ്ടി അപേക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം നമ്മുടെ ഓഫീസ് മുഖേന കുടുംബശ്രീ യൂണിറ്റ് ആയിട്ടുള്ള ഡേറ്റാടെക് മുഖേന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ തെരുവ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട് എല്ലാ ആളുകളും അതുമായി കച്ചവടം ചെയ്യുന്ന അധികൃതമായിട്ടുള്ള മുഴുവൻ തെരുവ് കച്ചവടക്കാർ ID കാർഡുള്ള മുഴുവൻ തെരുവ് കച്ചവടക്കാരും ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ട് അജൈവ മാലിന്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഇതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണം എന്നുള്ള ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ലൈസൻസ് ഇല്ലാത്തവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിനുള്ള സജ്ജീകരണം ഒരുക്കി വരികയാണ്. ID കാർഡ് അനുവദിക്കുന്നതിന് നഗരസഭയിലെ ലേഡി ടെക് വഴി സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പോലീസ് വെരിഫിക്കേഷൻ നടപടി പുരോഗമിക്കുകയാണെന്നും സെക്രട്ടറി പറഞ്ഞു. പൊതുനിരത്തുകൾ കയ്യേറി കച്ചവടം നടത്തുന്ന 20ഓളം പേരെയാണ് ഒരു മാസം മുമ്പ് ഒഴിപ്പിച്ചത്. പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ മുക്കട്ടക്കൽ പാലം വരെയുള്ള ഭാഗത്ത് റോഡ് വീതി വർദ്ധിപ്പിച്ച് സൗന്ദര്യവൽക്കരണ പ്രവർത്തികൾ നടത്തിയെങ്കിലും ഇവയെ തകിടം മറിച്ചാണ് കുണ്ടുകടവ് ജംഗ്ഷനിൽ തെരുവ് കച്ചവടം വ്യാപകമായിരുന്നത്. നേരത്തെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട കേസുകൾ ഉൾപ്പെടെ നിലനിന്നിരുന്നെങ്കിലും ഹൈക്കോടതി വിധി നഗരസഭയ്ക്ക് അനുകൂലമായിരുന്നു. ഇതേ തുടർന്ന് കുണ്ടുകടവ് ജംഗ്ഷന്റെ ഭംഗി നശിപ്പിക്കുന്ന തരത്തിലുള്ള കയ്യേറ്റ ഭൂമിയിലെ തട്ടുകടകളുൾപ്പെടെ നടപടി ശക്തമാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. റവന്യൂ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചത്. അതേസമയം തെരുവ് കച്ചവടക്കാരെ ഒഴിപ്പിച്ച നടപടി വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പുനരധിവാസ നടപടികൾ ഊർജിതമാക്കിയത്. NCV ന്യൂസ് പൊന്നാനി. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.